الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ എല്ലാവരെയും സൂക്ഷിച്ച് ജീവിക്കാൻ എന്നോടെന്ന പോലെ മുഴുവൻ വിശ്വാസികളെയും വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുക. ചാരിയിരിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ആളുകളൊക്കെ കയറിയിരുന്നൂടെ? അങ്ങനെ കാലിയൊക്കെ കയറുന്നൂടെ? ബുദ്ധിമുട്ടില്ലെങ്കിൽ പരമാവധി സദസ് അങ്ങനെ ഡിസോർഡറായിരിക്കുന്നത് അത്ര നല്ലതല്ല. സത്യവിശ്വാസികളുടെ ഒരു പ്രത്യേകത അവിശ്വാസികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ നിരന്തരമായി പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, സത്യവിശ്വാസികൾ ബോധമുള്ളവരാണ് എന്നുള്ളതാണ്. അവർ ബോധവും ചിന്തയും ശ്രദ്ധയുമുള്ളവരാണ്. എന്നാൽ അവിശ്വാസികളോ അവർ ബോധമില്ലാത്തവരാണ്. ഈ രണ്ട് കാര്യം ഖുർആൻ പല സ്ഥലങ്ങളിലൂടെ വിശദീകരിക്കുന്നുണ്ട്. വഹും യസ്തരിഹൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. അതായത് സത്യനിഷേധികളായ ആളുകൾ നരകത്തിൽ അവരിങ്ങനെ ആ കഠിനമായ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആ വേദനാജനകമായ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്ത് അവർ ആ നരകത്തിൽ നിന്ന് നിലവിളിച്ചുകൊണ്ട് പറയും, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങളെ ഇതിൽ നിന്നൊന്ന് പുറത്തേക്കാക്കി തരണേ. ഞങ്ങളുടെ ഐഹിക ജീവിതത്തിൽ ഞങ്ങൾ അശ്രദ്ധരായിരുന്നു, ബോധമില്ലാത്തവരായിരുന്നു. ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതുമായ കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചില്ല. സ്വാഭാവികമായിട്ട് ഞങ്ങൾ അമലുസ്വാലിഹാത്തുകൾ ചെയ്തില്ല. അതുകൊണ്ട് ഈ ഒരു ദിവസത്തെക്കുറിച്ച് ഓർക്കാതെ അന്ന് ജീവിച്ചു. ഇനി ഞങ്ങളെ ഇതിനൊന്ന് പുറത്തേക്ക് ആക്കിത്തരണേ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം അതിൽ നിന്ന് വ്യത്യസ്തമായി. അല്ലാഹു പറയണു, അവലം നുഅമ്മിർകും മാ യതദക്കർ ഫീഹി മൻ തദക്കർ, നിങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള സമയം തന്നിട്ടുണ്ടായിരുന്നില്ലേ? ചിന്തിക്കാനും ഓർക്കാനും അതുപോലെ തന്നെ നിലപാടുകൾ മാറ്റാനുള്ള സമയം നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നില്ലേ? വജാഅകുമുൻ നദീർ, നിങ്ങളിലേക്ക് ഉത്ബോധകന്മാർ വന്നിരുന്നില്ലേ? അപ്പോൾ ഇവിടെ സത്യനിഷേധികളുടെ സ്വഭാവം പറഞ്ഞു. അവരെന്തായിരുന്നു? അശ്രദ്ധരായിരുന്നു.
ബോധമില്ലാത്തവരായിരുന്നു. എന്നാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ച് ഒരു ഭാഗത്ത് പറയുന്നത് എന്താ? അവരുടെ കയ്യിൽ ഗ്രന്ഥം നൽകപ്പെടും, വലത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന സത്യവിശ്വാസികൾ. അള്ളാഹു ആ കൂട്ടത്തെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ആ സത്യവിശ്വാസികൾ ഗ്രന്ഥം കയ്യിൽ പിടിച്ചിട്ട് പറയും, ദാ വന്ന് നോക്ക്, ഞങ്ങളെ ഗ്രന്ഥം ഒന്ന് നോക്ക്, നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. എന്നിട്ട് പറയുന്ന വാക്കുണ്ട്, ഇങ്ങനൊരു ജീവിതം ഉണ്ട് എന്ന് ഞങ്ങൾ അന്നേ ചിന്തിച്ചിരുന്നു. ഇങ്ങനെ കിതാബ് നൽകപ്പെടും, വിചാരണയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നതിനെ കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് അന്നേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ ഗ്രന്ഥം വലത് കയ്യിൽ ലഭിച്ചത് എന്ന് സത്യവിശ്വാസികൾ പറയും. അപ്പൊ അതുകൊണ്ട് സത്യവിശ്വാസികളായ നമ്മൾ ചിന്തിക്കുകയും ബോധമുള്ളവരാവുകയും ചെയ്യേണ്ടതുണ്ട്. അത് ഖുർആനിലൂടെ വിശ്വാസികളുടെ പ്രത്യേകതയായിട്ട് അള്ളാഹു വിശദീകരിക്കുകയാണ്. സത്യവിശ്വാസികൾ പഠിക്കേണ്ട, ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ധാരാളം കാര്യങ്ങൾ വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൂട്ടത്തിൽ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അവർക്കൊരു ജീവിതം ഈ നിൽക്കുന്നതിൻ്റെ നേരെ താഴെയുണ്ട് എന്നുള്ളത്. ഇവിടെ നിൽക്കുന്നതിൻ്റെ, നമ്മളിപ്പോൾ ഇരിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ നേരെ താഴെ 6 അടി മണ്ണ്. അങ്ങനെ ഒരു ജീവിതം നമ്മളെ കാത്തിരിക്കുകയാണ്. നമ്മൾ ഏതൊരു ഭൂമിയുടെ പുറത്തുനിന്ന് കൊണ്ടാണോ ഐഹിക ജീവിതത്തിനെ കുറിച്ചുള്ള താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓടി നടക്കുന്നത്, മനുഷ്യൻ എന്ത് ചെയ്യണ? അൽഹാക്കുമുത്തകാസുർ, പരസ്പരം മത്സരിക്കുകയാണ് ഭൗതികത ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി. ഭൗതികമായ ചിന്തയിൽ മാത്രം അധിഷ്ഠിതമായിക്കൊണ്ട് മനുഷ്യൻ ജീവിക്കുന്നു, മനുഷ്യൻ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ ഭൂമിയുടെ നേരെ താഴെ എനിക്കൊരു ജീവിതമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരോട് ഓർക്കാൻ പറയുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എൻ്റെ ഉമ്മത്തിനൊരു കാലം വരാനുണ്ട്. ആ കാലം വന്നാൽ 5 കാര്യങ്ങളെ അവരെന്ത് ചെയ്യും? മറന്നു കളയും. 5 കാര്യങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കൂല. 5 കാര്യങ്ങളെ അവർ എന്ത് ചെയ്യും? സ്നേഹിക്കുകയും ചെയ്യും. യഅതി സമാനും അലാ ഉമ്മത്തി യുഹിബ്ബൂനൽ ഖംസ വയൻസൗനൽ ഖംസ. 5 കാര്യങ്ങൾ അവർ മറന്നു കളയും ചെയ്യും. 5 കാര്യങ്ങളെ അവർ വല്ലാതെ സ്നേഹിക്കുകയും ചെയ്യും. അതിൽ 5 കാര്യങ്ങളിൽ ഒരു കാര്യം എന്താ? യുഹിബ്ബൂനൽ ഫുസൂറ, മണിമാളികളെ അവർ സ്നേഹിക്കും. മണിമാളികളെ, വലിയ വലിയ വീടുകൾ ഉണ്ടാക്കുന്നതിനെ അവർ സ്നേഹിക്കും, അത് ഇഷ്ടപ്പെടും. അതിൻ്റെ പിന്നാലെ അവർ പോകും, അതിനെക്കുറിച്ച് അവർ സ്വപ്നം കാണും, അതിനുവേണ്ടി അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കും, അതിനെ അവർ സ്നേഹിക്കും. പക്ഷേ വയൻസൗനൽ കുബൂറ, ഖബറിൽ എനിക്കൊരു ജീവിതമുണ്ട്. ഞാൻ ഈ നിൽക്കുന്ന, ഞാൻ ഏത് ഒരു ഭൂമിയുടെ മേലാണോ വീട് വെക്കുന്നത്, ഈ മണിമാളിക വെക്കുന്ന അതിൻ്റെ നേരെ താഴെ 6 അടി മണ്ണിൽ എനിക്കൊരു ജീവിതമുണ്ട് എന്ന് മനുഷ്യൻ മറന്നു കളയും. എൻ്റെ ഉമ്മത്തിലെ ഭൂരിഭാഗം ആളുകൾ എൻ്റെ ഉമ്മത്തിന് മറക്കാൻ പാടില്ല എന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുത്ത ആ കാര്യം അവർ മറന്നു കളയും. അപ്പം അതുകൊണ്ട് ഖബറിൽ ഒരു ജീവിതമുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം, എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ, മെടക്ക് പകരം മാളമാം സുബ്ഹാന, അതിലുണ്ടൊരു ജീവിതം സമാന. അപ്പൊ ഖബറെന്ന് കേട്ടാൽ നെട്ടണം. നമ്മൾ എത്രയോ ഖബറുമായി ബന്ധപ്പെട്ട് ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ ഖബറിനുമായി ആ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളാണ്, ഖബർ കുഴിക്കുന്നവർക്ക് പോകുന്ന ആളുകളാണ്. എത്രയോ ഖബർ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് യാതൊരു കുലുക്കവും ഇല്ലെങ്കിൽ, ഒരു മാറ്റവും ഇല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ അപാകതയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അനുയായികളും ആ ഖബർ കേട്ടാൽ, ഖബറിന്റെ അടുത്ത് എത്തിയാൽ അവർ കരയും, അവരതിനെ കുറിച്ച് ചിന്തിക്കും. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയണം, ഒരിക്കൽ ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടെ അങ്ങനെ നടന്നു പോവുകയായിരുന്നു. നടന്നു പോകുന്ന വഴിക്ക് പെട്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആൾക്കൂട്ടത്തെ കണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് അവിടെ ഒരു ആൾക്കൂട്ടം? അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, അവിടെ ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബേജാറായി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിവേഗതയിൽ, സാധാരണ നടക്കുന്നതിനേക്കാൾ വേഗതയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുകൊണ്ട് ആ ഖബർ കുഴിക്കുന്നടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫബകാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം,
ഹത്താ ബല്ല ശറാ മിൻ ദുമൂഇഹി, മണ്ണ് നനയുവോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. റസൂൽ നിൽക്കുന്ന സ്ഥാനം വിട്ടുകൊണ്ട് റസൂൽ പെട്ടെന്ന് മുട്ടുപൊന്തി പോയി. ഈ ഖബറിലേക്ക് ഒരു ജീവിതമുണ്ട്. എൻ്റെ കൂടെ ജീവിച്ച നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മളെ കൂടെ കഴിഞ്ഞ റമദാനിലുണ്ടായിരുന്ന എത്ര ആളുകൾ ഇപ്പം നമ്മളെ കൂടെ ഇല്ല. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കൂടെ ഇല്ല. നമ്മുടെ സുഹൃത്തുക്കൾ, മുൻഗാമികളായ നമ്മുടെ ഒരുപാട് ആളുകൾ നമ്മളെ കൂടെ ഇല്ല. അവരൊക്കെ എവിടെയാണ്? ഖബറിലൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു ബോധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയാണ്. കരഞ്ഞിട്ട് മണ്ണ് നനയോടെ റസൂലുള്ള കരഞ്ഞു. അപ്പൊ എങ്ങനെ കരഞ്ഞിട്ടുണ്ടാവും? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഅഖ്ബല അലൈനാ, എന്നിട്ട് റസൂലുള്ളാഹി ഞങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഐ ഇഖ്വാനി, എൻ്റെ സഹോദരന്മാരെ, ഇതുപോലൊരു ദിവസമുണ്ട്. ഇതുപോലൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ വരാൻ പോവുകയാണ്. ഫഅഇദ്ദു ലിമിസ്ലി ഹാദൽ യൗം, അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാവണം. ഈ ഒരു ദിവസം അതിനുവേണ്ടി നിങ്ങൾ തയ്യാറായി നിൽക്കണം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട, ഗൗരവത്തോടു കൂടി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യം ഖബറിലെ ജീവിതത്തെക്കുറിച്ചാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, ഇലാ യൗമി യുബ്അസൂൻ. സാധാരണ നമ്മൾ ഒരു വീട്ടിൽ നമ്മളിങ്ങനെ ചിന്തിക്കുക, നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ നമ്മൾ മൊത്തം ഡോറൊക്കെ അടച്ച് ഒരല്പം പോലും വെളിച്ചം വരാത്ത രീതിയിൽ, ഒരിത്തിരി പോലും വെളിച്ചം വരാത്ത രീതിയിൽ നമ്മൾ വീട്ടിൽ ഒരു ദിവസം മൊത്തം കഴിയാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഒരു ദിവസം മൊത്തം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് നമ്മളൊന്ന് പോയോക്ക്. നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ദിവസം മൊത്തം അങ്ങോട്ട് കഴിയുക നമ്മളൊക്കെ സാധിക്കും. പക്ഷേ ഇവിടെ ഖബറിൽ കഴിയേണ്ടത് ഏത് വരെയാണ്? വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാൾ വരെ, ഉയിർത്തെഴുന്നേൽപ്പ് വരെ എന്ന് പറയുമ്പോൾ ഖബറിൽ കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉയിർത്തെഴുന്നേൽപ്പ് വരെ എന്നുള്ളത് ഏത് സമയത്താണ്? ഇതിങ്ങനെ ഈ ഇരുട്ട്, 6 അടി മണ്ണുപ്പില്ല. ഇപ്പം 6 അടി മണ്ണും ഇല്ലല്ലോ. ഇപ്പം 6 അടി മണ്ണൊന്നും ഉണ്ടാവില്ല. കാരണം അതിൻ്റെ മേലെ നമ്മളങ്ങോട്ട് ഇറക്കി വെക്കും. അതിൻ്റെ മേലെ സിമൻറ്റുകളും ഇഷ്ടികകളും ഒക്കെ വന്ന് ആകെ കൂടി അടച്ചിടുകയാണ്. ഖബർ കുഴിക്കുന്നിടത്ത് പോയിട്ട് ഒന്ന് പറഞ്ഞാൽ മതി. നമ്മളെപ്പോഴെങ്കിലും ഒന്ന് പോയിട്ട് ഖബർ കുഴിക്കുന്നിടത്ത് പോയിട്ട് പറയാം, ഞാൻ ഒരല്പനേരം ഈ ഖബറിൽ വെറുതെ ഒന്ന് ഇറങ്ങി, നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ അവരുടെ സഹായത്തോടു കൂടി നമ്മളൊന്ന് ഇറങ്ങി നോക്കാം. നമ്മൾ ഏതായാലും ഒരു ദിവസം അവിടെ എടുത്തല്ലോ. അപ്പോൾ അതുപോലെ നമ്മളെന്ത് ചെയ്യുക? നമ്മളൊന്ന് സഹായിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ അതേപോലെ ഖബറിൽ കിടക്കുന്ന പോലെ അല്പനേരം പോയിട്ട് 5 മിനിറ്റ് എടുക്കാൻ നമുക്ക് സാധ്യമല്ല. 5 മിനിറ്റ് നമ്മളൊന്നും അങ്ങനെ ചെയ്തു നോക്കും ഒരിക്കൽ പോയിട്ട്. എന്നാൽ ഇതുപോലെ ഒരു ജീവിതം നമുക്കുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് സഹാബാക്കളോടി സൂറത്ത് സുമറിലെ ആയത്ത് വായിക്കൊണ്ട് അവരോട്, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻഖാ, ഈ ആയത്തുമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ, പ്രവാചകന്റെ അനുയായികളുടെ കൂട്ടത്തിൽ ചില ആളുകൾ ഇബ്നു അബ്ബാസിനെ അടുത്ത് കൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് പിന്തിരിഞ്ഞു കളഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇടുങ്ങിയൊരു ജീവിതമുണ്ട്. ഇടുങ്ങിയ ജീവിതം എന്താണ്? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച്, പരലോകത്തെ സംബന്ധിച്ച്, വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ഖബറിൽ ഒരു ജീവിതമുണ്ട്, മരണമുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച്, ഈ യാഥാർത്ഥ്യ ബോധത്തെ സംബന്ധിച്ച് അശ്രദ്ധരായി ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന്റെ ഈ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് പിന്തിരിഞ്ഞു കളഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ജീവിതമുണ്ട് എന്ന് ബോധമില്ലാതെ ജീവിച്ച ആളുകൾ, എനിക്കൊരു ഖബർ, ഇതിൻ്റെ അടിയിൽ എനിക്കൊരു ജീവിതമുണ്ട്, അത് മറന്നു കളഞ്ഞ ആളുകൾ, അവരെ പറ്റിയാ പറയണത്. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ മരിച്ച വീട്ടിൽ ഒരാൾ, നമ്മളെ കുടുംബത്തിലോ ബന്ധുക്കളോ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മരിച്ച വീട്ടിൽ അവിടെ എത്തി നമ്മൾ ആ ഖബർ ആ ജനാസയുടെ കൂടെ അനുഗമിച്ചു. പിന്നെ പള്ളിയിലെത്തി മയ്യിത്ത് നമസ്കാരം നിർവഹിച്ചു. മയ്യിത്ത് നമസ്കാരം നിർവഹിച്ച് നമ്മൾ ആ ഖബറിലേക്ക് ഇത് ഇറക്കി വെച്ചു, തസ്ബീഹ് ചൊല്ലി. നമ്മളവിടെ നിന്ന് തിരിച്ചു വരുന്നത് വരെ, മരിച്ച ആ നിമിഷം വരെ ആ വീട്ടിലോ അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തിൻ്റെ ഇടയ്ക്കോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സംസാരിക്കാൻ പാടില്ല. സത്യത്തിൽ നമ്മൾ സംസാരിക്കരുതെന്ന്. അവിടെ സംസാരിക്കരുതെന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പോലും പാരായണം ചെയ്യാൻ പറ്റൂല. വിശുദ്ധ ഖുർആൻ പോലും ആ വീട്ടിൽ പാരായണം ചെയ്യില്ല. ചില ആളുകൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ അനുയായികൾക്കോ പരിചയമില്ലാത്ത കാര്യമാണ് ഈ മരിച്ച വീട്ടിൽ ഖുർആൻ ഓതുക. സത്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇതുവരെയുള്ള അടിസ്ഥാനപരമായ സകല തെളിവുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഖുർആൻ
ദിക്ർ എന്നുള്ള ഒരു പരിപാടി ഈ ഘട്ടത്തിലില്ല. എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഉസ്കുത്ത്, മിണ്ടായിരിക്കുക. എന്തിനാ മിണ്ടായിരിക്കാൻ പറഞ്ഞത്? നാളെ ഞാനും ഇതുപോലെ എന്നെ ഇതുപോലെ എടുത്തു കൊണ്ടുപോകും, എനിക്കും ഖബറിൽ ജീവിതമുണ്ട്. ഇത് നമ്മളോട് നിരന്തരമായി ചിന്തിക്കുന്നതിന് വേണ്ടി കൂടിയാണ്. കാരണം മിണ്ടാതിരിക്കുമ്പോൾ ചിന്ത വരും, സംസാരിക്കുമ്പോൾ ചിന്ത മാറും. ഖുർആൻ ഓതുമ്പോൾ ചിലപ്പം ആ ഖുർആൻ ഓതുന്ന വിഷയത്തിലായിരിക്കും ചിന്ത. പക്ഷെ പൂർണ്ണമായിട്ട് നിശബ്ദമായി കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഒരു ജീവിതമുണ്ട് എന്ന കാര്യം അയാൾക്ക് ഓർമ്മ വരും. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ശ്രദ്ധാലുവാവേണ്ട വിഷയം ഏതാണ്? അതിൽ ഒരുപാട് വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എനിക്ക് ഇതിൻ്റെ അടിയിൽ ഒരു ജീവിതമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? അതിന് തയ്യാറെടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് ഇഖ്വാനി, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹു റസൂൽ നമ്മളെ വിളിച്ച് പറയാ, ഇഖ്വാനി, എൻ്റെ സഹോദരന്മാരെ, ഇതുപോലൊരു ദിവസത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കും. അപ്പൊ ഖബർ ജീവിതത്തിന് വേണ്ടി നമ്മൾ റെഡിയാവണം. ഇപ്പോഴേ റെഡിയാവണം. നമ്മൾ റെഡിയായി നിൽക്കുക. എങ്ങനെ ഖബർ ജീവിതത്തിന് വേണ്ടി റെഡിയാവും? അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? ഖബർ ജീവിതത്തിന് വേണ്ടി നമ്മളെ എങ്ങനെ റെഡിയാവുക? എനിക്കൊരു ജീവിതം ഖബറിലുണ്ട് എന്ന നിരന്തരമായ ബോധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? നിങ്ങൾ എന്ത് ചെയ്യുക? ഖബർ സന്ദർശിക്കുക. ആദ്യം പ്രവാചകൻ ഖബർ സിയാറത്തിനെ നിരോധിച്ചെങ്കിലും പിന്നീട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണം. എന്തിനാ? തുദക്റുഹുമുൽ ആഖിറ, നിങ്ങൾക്കും ഇങ്ങനെ ഒരു ഖബറിലെ ജീവിതം, ഈ ഐഹിക ജീവിതത്തിലെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ജീവിതമുണ്ട് എന്ന് നിങ്ങളെ ഓർക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഖബർ സിയാറത്തിന്. അത് ഒരു കാര്യമാണ്. ഖബർ ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത് എങ്ങനെ? ഒന്ന്, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട, നമുക്കത് വളരെ കുറവാണ്, നമ്മുടെ മാതാപിതാക്കളുടെ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അതല്ലാത്ത ആളുകളുടെയൊക്കെ ഖബറുകളൊക്കെ സന്ദർശിക്കുക. അപ്പോൾ ആ ഒരു ബോധം ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, അതാണ് ഞാൻ ഓതി വെച്ച ആയത്. രണ്ടാമത്തെ കാര്യം, ഖബറിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നമുക്ക് സാധിക്കണം. ഖബറിലെ ചോദ്യങ്ങളുണ്ട്. ഖബറിലെ ചോദ്യം എന്താണ്? മൻ റബ്ബുക, ആരാണ് നിന്റെ രക്ഷിതാവ്, നിന്റെ റബ്ബ് ആരാണ് എന്ന ചോദ്യം ഖബറിൽ വരും. അവിടെ ഉത്തരം പറയാൻ നമുക്ക് സാധിക്കണം. ചോദിക്കുന്നത് നമ്മുടെ ഈ ബ്രെയിനിനോടാണോ? ഈ ബ്രെയിൻ നശിച്ചുപോയി. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരോട് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും മൻ റബ്ബുക എന്ന് വെച്ചാൽ നമ്മൾ വായ കൊണ്ട് പറയും റബ്ബ് അല്ലാഹു ആണ്. പക്ഷേ ഖബറിൽ ഈ ബ്രെയിനിനോട് ചോദ്യമല്ല, പിന്നെ ഈ ശരീരത്തോടുള്ള ചോദ്യമല്ല. ഖബറിലുള്ള ചോദ്യം നേരിട്ട് ചോദിക്കുന്നത് നമ്മുടെ ആത്മാവിനോടാണ്. നമ്മുടെ ആത്മാവിനോട് മുമ്പ് അല്ലാഹു ചോദിച്ചിട്ടുണ്ട്. അലസ്തു ബിറബ്ബിക്കും, റൂഹുകളുടെ ലോകത്ത് വെച്ച്, ആത്മാവുകളുടെ ലോകത്ത് വെച്ച് അന്ന് ചോദിച്ചു, ഞാനല്ലയോ നിങ്ങൾ റബ്ബ്? അന്ന് ആത്മാക്കൾ ഒന്നടങ്കം പറഞ്ഞു, അതെ, ഞങ്ങൾ അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. പിന്നീട് അള്ളാഹു റബ്ബാണ് എന്നതിൽ പിന്നീട് ഇത് ഭൂമിയിലേക്ക് വന്നപ്പോൾ അതിൽ മാറ്റങ്ങൾ വന്നു. അള്ളാഹു റബ്ബ് ആണ് എന്നതിൽ മാറ്റം വരുന്ന രീതിയിൽ നമ്മുടെ ജീവിതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആത്മാവിനെ നമ്മൾ അള്ളാഹു റബ്ബാണ് എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, എങ്ങനെ ആത്മാവിനെ പഠിപ്പിച്ചു കൊടുക്കുക? നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണം. ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ ഹൃദയത്തിലേക്ക് അള്ളാഹു റബ്ബാണ്, ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം. അള്ളാഹു റബ്ബാണ് എന്ന് ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ അപ്പോൾ മാത്രമാണ് ആത്മാവിന് ഇത് മനസ്സിലാകുള്ളൂ. ആത്മാവിനെ ഒരാൾ മലിനപ്പെടുത്തി കഴിഞ്ഞാൽ, ദുശ്ചിന്തകൾ കൊണ്ട്, ഭൗതികമായ താല്പര്യങ്ങൾ കൊണ്ട്, മറ്റനേകം വൃത്തികേടുകൾ കൊണ്ട് ഹൃദയത്തെ മലിനമാക്കി, ഹൃദയത്തിന് രോഗങ്ങൾ ബാധിച്ചു, ഹൃദയം അശുദ്ധമായി, സ്വാഭാവികമായിട്ടും ആത്മാവും അശുദ്ധമായി പോകും. അശുദ്ധമായ ആത്മാവിന് അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് ജീവിച്ചിരിക്കുന്ന സമയത്ത് പോലും ബോധ്യമാവൂല. ജീവിച്ചിരിക്കുന്ന സമയത്ത് പോലും ആ ബോധ്യം ഉണ്ടാവില്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത് അള്ളാഹു റബ്ബാണ് എന്ന് ബോധ്യമില്ലാത്തവർ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അവർക്ക് പറയാൻ സാധ്യമല്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മരിക്കുന്ന സമയത്ത് മൻ ആഖിറു കലാമുഹു ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന എന്ന വാക്ക് പറയാൻ അശുദ്ധമായ ആത്മാവിന് സാധ്യമല്ല. സ്വാഭാവികമായും ഖബറിൽ ആ ചോദ്യം വരും, മൻ റബ്ബുക, നിന്റെ രക്ഷിതാവാരാണ്? ഉത്തരം പറയുകയില്ല. അള്ളാഹു റബ്ബാണ് എന്ന് പറഞ്ഞ ആ ഒരു കാര്യം അറിയണമെങ്കിൽ വിശുദ്ധ ഖുർആൻ പറയാം. ഞാൻ ഓതി വെച്ച സൂറത്ത് ഹശ്റിൽ പറയുന്നത്, വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും, നിങ്ങൾ ഒരുവനെ പോലെ ആവരുത്.
കല്ലദീന നസുല്ലാ, അള്ളാഹുവിനെ മറന്ന ഒരുവരെ പോലെ നിങ്ങളാവരുത്. നിങ്ങളെങ്ങാനും അള്ളാഹുവിനെ മറന്നു കളഞ്ഞാൽ നിങ്ങളെ തന്നെ അള്ളാഹു മറപ്പിച്ചുള്ളൂ. അതായത് നമ്മൾ ആരാണ് എന്ന് പോലും നമുക്ക് മറന്നു കളയും. ഞാൻ എവിടുന്നാണ് വരുന്നത്? എൻ്റെ റബ്ബിന്റെ അടുക്കൽ നിന്ന് ഞാൻ തുടങ്ങിയ യാത്രയാണ്. എൻ്റെ തറവാടിതല്ല, എൻ്റെ റബ്ബിന്റെ അടുക്കൽ നിന്ന് ഞാൻ തുടങ്ങിയ യാത്ര തിരിച്ച് എൻ്റെ റബ്ബിലേക്ക് തന്നെ പോകേണ്ട യാത്രയാണ്. എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്നതിനെ മറന്ന് അള്ളാഹ് മറപ്പിച്ചു കളയും. അള്ളാഹനെ മറന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് അള്ളാഹു റബ്ബാണ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ശരിക്കും പഠിക്കണം, ആത്മാർത്ഥമായി പഠിക്കണം, യഥാർത്ഥമായ സോഴ്സുകളിൽ നിന്ന് പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ രൂപം ഫോട്ടോ കാണിച്ചു കൊടുത്തുകൊണ്ട് ഖബറിൽ വെച്ച് ചോദിക്കും, ഇതാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് റസൂലുള്ളാഹി എൻ്റെ റസൂലാണെന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അതിന് ഈ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടണം. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമുക്ക് സാധിക്കും. അത് സാധിക്കാത്തൊരവസ്ഥ ഉള്ളത്. അള്ളാഹു റബ്ബാണ് എന്ന് പഠിക്കണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തുകളിലൂടെയാണ് പോകേണ്ടത്. വിശുദ്ധ ഖുർആനിലുടനീളം അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് പറഞ്ഞു. മൻ ഇന്ന ലില്ലാഹി തിസ്അത്തുൻ വ തിസ്ഊന അസ്മാ, അള്ളാഹുവിന് 99 പരം നാമങ്ങളുണ്ട്. അള്ളാഹ്ക്ക് 99 നാമല്ല, അതിനേക്കാൾ കൂടുതലാണ്. പക്ഷെ നമുക്ക് പഠിക്കാനായി വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ പ്രവാചകൻ പഠിപ്പിച്ചെന്ന 99 നാമങ്ങൾ. അള്ളാഹുവിന്റെ പേരാണ് ഗഫൂർ, അള്ളാഹുവിന്റെ പേരാണ് റഹ്മാൻ, അള്ളാഹുവിന്റെ പേരാണ് റഹീം. ഈ നാമങ്ങളിലൂടെ നമ്മൾ അള്ളാഹിനെ പഠിക്കണം. ഈ നാമങ്ങളിലൂടെ അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു എന്റെ റബ്ബാണ് എന്ന് ഹൃദയം കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ഹൃദയത്തിലേക്ക് ഇറങ്ങണം. അങ്ങനെ ഹൃദയത്തിലേക്ക് അള്ളാഹു റബ്ബാണ് എന്ന് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അല ഇന്ന ഔലിയ അല്ലാഹ്, അയാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവന്റെ കൂട്ടുകാരനായിരിക്കും. ലാ ഖൗഫുൻ, ഐഹിക ജീവിതത്തിൽ അവർക്ക് ഒന്നും പേടിക്കേണ്ടതില്ല. അവർക്ക് ഒന്നും പേടിക്കണ്ട. ജിന്നിനെ പേടിക്കേണ്ടതുണ്ടോ? ഇപ്പൊ പുരോഹിതന്മാര് പറയണ ജിന്നുകള് നമ്മുടെ ശരീരത്തിൽ കയറും, ജിന്ന് ശരീരത്തിൽ കയറിയിട്ട് നമ്മളെ ഉപദ്രവിക്കും, ജിന്ന് നമ്മളെ നിയന്ത്രിക്കും, ജിന്ന് തോന്നിയ പോലൊക്കെ നമ്മുടെ ശരീരത്തിൽ കയറിക്കൊണ്ട് എല്ലാ തോന്നിവാസങ്ങളും നടത്തും, ജിന്ന് രോഗമുണ്ടാക്കുമെന്ന് പൗരോഹിത്യം തട്ടിവിടുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് മനസ്സിലാക്കിയ, അള്ളാഹുവിനെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് അടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇല്ല, അള്ളാഹു അല്ലാത്ത ഒരാൾക്കും എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗത്തേക്ക് പോലും ഇടപെടാൻ സാധ്യമല്ല. ഇതല്ല അള്ളാഹിനെ മനസ്സിലാക്കിയവരെ സംബന്ധിച്ചിടത്തോളം ലാ ഖൗഫുൻ അലൈഹിം, ഐഹിക ജീവിതത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല, ഒരു സാഹിറിനെയും ഭയപ്പെടേണ്ടതില്ല, ഒരു സിഹിറിനെയും ഭയപ്പെടേണ്ടതില്ല. ഒരു സാഹിറിനും ഒന്നും ചെയ്യാൻ നമ്മളെ സാധ്യമല്ല. ഒരു സിഹിറിനും ഒരു കൂടോത്രത്തിനും ഒരു മാരണത്തിനും നമ്മുടെ ഏഴാലത്തേക്ക് റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പ്രഖ്യാപിച്ചവരെ സംബന്ധിച്ചിടത്തോളം, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ആ അള്ളാഹുവിനെ മനസ്സിലാക്കിയവരെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിനെ യഥാവധി മനസ്സിലാക്കിയവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നിലും വിശ്വസിക്കുകയില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ ലം ഫിസാമ ലഹാ. എന്താണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിനെ മുറുകെ പിടിക്കുക. ബാക്കിയുള്ളതിനെ മുഴുവൻ അവിശ്വസിക്കുകയാണ്. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും എന്നെ തൊടാൻ സാധ്യമല്ല, ഒന്നിനും എന്നെ തൊടാൻ സാധ്യമല്ല, ഒരു കണ്ണെറിഞ്ഞും എന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഇത് ഈ രീതിയിലുള്ള യഥാർത്ഥമായ പരിശുദ്ധമായിട്ടുള്ള വിശ്വാസത്തിന് പകരം ഭയമുണ്ടാക്കുന്ന വിശ്വാസം പഠിപ്പിച്ചു അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതിന് മനസ്സിലാക്കി കൊടുക്കാൻ അള്ളാഹുവിന്റെ നാമങ്ങളിലൂടെ അള്ളാഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ പൗരോഹിത്യം പരാജയപ്പെട്ടതിന്റെ പേരിൽ ഈ രാജ്യത്ത് എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. അവരെ സംബന്ധിച്ചുള്ള ഭയമാണ്, അവർക്ക് ഭയമാണ്, ഐഹിക ലോകത്ത് ഭയമാണ്, അവർക്ക് ഭയമാണ്. മരിക്കുന്ന സമയത്ത് ഭയപ്പാടിലായിക്കൊണ്ട് അവർ മരിക്കും. മരിക്കുന്ന സമയത്ത് ഭയപ്പാടിലായി മരിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഖബറിലും അവർക്ക് ഭയമാണ് കാത്തിരിക്കുന്നത്. അവർക്ക് പറയാൻ സാധ്യമല്ല അള്ളാഹുവിന്റെ റബ്ബാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഫോട്ടോ കണ്ടാൽ ഇതെന്റെ റസൂലാണ് എന്ന് പറയാൻ അവരെ കൊണ്ട് സാധ്യമല്ല. അവരോട് പിന്നീട് അടുത്ത ചോദ്യം എന്താ? ഈ ചോദ്യത്തും അവസാനിക്കൂ? ഈ ചോദ്യത്തും അവസാനിക്കൂല. അടുത്ത ചോദ്യം വരും. അടുത്ത ചോദ്യം എന്താ? മിൻ ഐന ദറക്ത, നീ എവിടെ നിന്നാണ് ഇത് പഠിച്ചത്? മിൻ ഐന അല്ലംത, നീ എവിടെ നിന്നാണ് ഇത് പഠിച്ചത്?
അപ്പൊ നമുക്ക് പറയാൻ സാധിക്കണം, എവിടുന്നാ പഠിച്ചത്? മിൻ കിതാബില്ല, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന്. അല്ലെങ്കിൽ കുറെ മഹാന്മാർ എഴുതിയ, ആരൊക്കെ എന്തൊക്കെ എഴുതിവിട്ട ഗ്രന്ഥങ്ങളിൽ നിന്നല്ല, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് എന്ന് ഖബറിൽ വെച്ച് പറയാൻ സാധ്യമാവണമെങ്കിൽ ഈ ഖുർആനോട് ബന്ധമാണ്. ഈ ഖുർആൻ പഠിക്കണം. ഈ ഖുർആനിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായിട്ടുള്ള ഹദീസുകളിലൂടെ മഹാനായ പ്രവാചകന്റെ മഹത്തായ ജീവിതം പഠിക്കണം. ഖുർആനിൽ നിന്നും പ്രവാചക ജീവിതത്തിൽ നിന്നും അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് മനസ്സിലാക്കണം. വേറെ എവിടുന്നുമല്ല. സംഘടനയുടെ സർക്കിളുകളിൽ നിന്നോ അല്ലെങ്കിൽ സംഘടനാ താല്പര്യങ്ങളിൽ എഴുതപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ച അതിൽ നിന്നല്ല പഠിക്കേണ്ടത്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന്, ഖുർആനിനോട് യോജിക്കുന്ന പ്രവാചകന്റെ മഹത്തായ ജീവിതത്തിൽ നിന്ന് അള്ളാഹു റബ്ബാണെന്നും എന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്നും വെറുതെ നാവ് കൊണ്ട് പറയുകയോ തലച്ചോറുള്ള അറിവോ അല്ല, ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ആ ബോധ്യമുണ്ടാകണം. അങ്ങനെ ബോധ്യമുള്ളവർക്ക് മാത്രമാണ് റസൂലുള്ളാഹിനെ പിൻപറ്റാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ബോധ്യമുള്ളവർക്ക് മാത്രമാണ് ഒന്നിനെയും ഭയപ്പെടാതെ അള്ളാഹുവിലേക്ക് മാത്രം ആ റബ്ബിന്റെ താല്പര്യത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അള്ളാഹുവാണ് എൻ്റെ റബ്ബ്. അള്ളാഹു റബ്ബാണ് എന്ന് പറഞ്ഞാൽ ആ റബ്ബാണ് എൻ്റെ സംരക്ഷകൻ, അള്ളാഹുവാണ്. അതിനിടയ്ക്ക് ഒരു ജിന്നിനും എന്നെ സംരക്ഷിക്കാൻ സാധ്യമല്ല, ഒരു ജിന്നിനും എന്നെ തൊടാൻ സാധ്യമല്ല. ആ റബ്ബായ അള്ളാഹുവാണ് എന്റെ കാര്യങ്ങൾ നോക്കുന്നത്. അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ മഹാന്മാരോ അള്ളാഹു അല്ലാത്ത മറ്റ് ഒന്നിനും എന്റെ ജീവിതത്തിൽ ഇടപെടാൻ സാധ്യമല്ല. ഒരു ഔലിയാക്കൾക്കും സാധ്യമല്ല. അവരല്ല എന്റെ സംരക്ഷകൻ, അള്ളാഹു മാത്രം. ഈ അടിസ്ഥാനത്തിൽ ജീവിക്കുകയും ഈ അടിസ്ഥാനത്തിൽ മരിക്കുന്ന സമയത്ത് മാലാഖമാർ വന്ന് സ്വാഗതം ചെയ്യും. ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ ഖബർ അങ്ങോട്ട് വിശാലമാകും. ചോദ്യം കണ്ട് വരുമ്പോഴേക്ക് ഉത്തരം കണ്ട് വരാൻ തുടങ്ങും. എന്താ കാരണം? പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു. ഹൃദയത്തിൽ മറ്റ് താല്പര്യങ്ങളൊന്നുമില്ല, മറ്റൊരു താല്പര്യമില്ല. ശുദ്ധമായ ഹൃദയം. ആ ശുദ്ധമായ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് ഇറങ്ങും. പെട്ടെന്ന് ഇറങ്ങിയാൽ ആത്മാവ് അത് പഠിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ഈ രീതിയിൽ ആത്മാർത്ഥമായി അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക. മറ്റ് താല്പര്യങ്ങളൊന്നും വേണ്ട. നമുക്കൊരു താല്പര്യമില്ല. നമുക്ക് ഒറ്റ താല്പര്യമുള്ളൂ, അള്ളാഹിനെ കാണണം. അള്ളാഹു റബ്ബാണെന്ന് പറഞ്ഞ് ജീവിക്കണം. ആ അള്ളാഹു റബ്ബാണെന്ന് പറഞ്ഞ് ആസ്വദിച്ച് ജീവിക്കാൻ സാധിക്കണം. വേറെ ഒന്നിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട. മരിക്കുന്ന സമയത്ത് എൻ്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മരിക്കാൻ സാധിക്കണം. ഖബറിലെത്തിയാൽ അള്ളാഹുവാണ് എൻ്റെ റബ്ബ്, എൻ്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ റസൂലാണ് എന്ന് അന്തസ്സോടുകൂടി പറയാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിലുള്ള ജീവിതം നയിക്കാൻ, ആ രീതിയിലുള്ള ഒരു പഠനം നടത്താൻ, ആ രീതിയിൽ ഖബറിലുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ, മറ്റ് സകല താല്പര്യങ്ങളെയും എല്ലാ താല്പര്യങ്ങളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന, അങ്ങനെ തന്നെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ യഥാവിധി അനുസരിച്ച് ജീവിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു കാര്യം, ജസ്റ്റ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുക. വഇദാ മാത ബന ആദമ ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ്. 3 കാര്യങ്ങൾ ആദമിൻ്റെ സന്തതി മരണപ്പെട്ടാൽ മുറിഞ്ഞു പോകും. അതിൽ 3 കാര്യങ്ങൾ മുറിഞ്ഞു പോകില്ല, പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കും. അതിലൊന്നെന്താണ്? വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. ഒന്ന് മാതാപിതാക്കളുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. അപ്പം മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി നല്ല പ്രാർത്ഥന നടത്തുമ്പോൾ അത് കിട്ടും. അതിന് നിബന്ധന അവിടെ പറഞ്ഞിട്ടുണ്ട്. നിബന്ധന എന്താ? വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. മക്കൾ ആ രീതി ജീവിക്കണം. നമ്മളുപ്പമാർ, നമ്മുടെ മുൻഗാമികൾ പലരും മരണപ്പെട്ടു പോയി, പലരുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്.
പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങളിലെ നന്മകൾ, നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ മാതാപിതാക്കൾ കിട്ടണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചൊരു ജീവിതം നമ്മളെത്തുണ്ടാവണം. അതോടൊപ്പം തന്നെ തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിച്ച് മരിച്ച ആളുകളായിരിക്കണം നമ്മുടെ മാതാപിതാക്കൾ. ഇത് രണ്ടും ഒത്തുവരുമ്പോൾ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നമ്മൾ ഉപ്പാക്കും കിട്ടും. അല്ലാഹു തൗഫീഖുമാറാകട്ടെ. പരലോകത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു അടിമയെ ഹാജരാക്കുമ്പോൾ ആ അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ആ അടിമ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള ദറജകൾ പരലോകത്ത് അവൻ്റെ പദവികൾ കാണിച്ചു കൊടുക്കും. എന്നിട്ട് അള്ളാഹു പറയും, ഇതിനേക്കാൾ കൂടുതലായ സ്വന്തം പ്രവർത്തനങ്ങൾക്ക് കൂടുതലായ മറ്റ് ദറജകൾ ആ അടിമക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കും. അപ്പോൾ അടിമ പറയും, ഞാനിതൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പറയും, ഇസ്തിഗ്ഫാരി ലിവലദിക്കലക, നിന്റെ മോൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, നിന്റെ മോള് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ, നിനക്ക് കാരുണ്യം ഉണ്ടാവാൻ വേണ്ടി നിന്റെ മക്കൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഖബറിൽ അത് നമുക്ക് ഒരു ഗുണമായി മാറണം. അതോടൊപ്പം തന്നെ പരലോകത്ത് വിചാരണ സമയത്ത് അങ്ങനെ അവിടെയൊക്കെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മളെ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ആദർശം അനുസരിച്ചുകൊണ്ട് യഥാർത്ഥ ഖുർആനിൻ്റെയും പ്രവാചകൻ്റെ മഹത്തായ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കണം. നമ്മളെ മക്കളെ ആ രീതിയിൽ വളർത്തണം. അപ്പോൾ നമ്മളെ മക്കളെ പ്രാർത്ഥന നമുക്ക് ഫലം കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം, ഇന്ന് നമ്മുടെ പള്ളി ഫണ്ടിൻ്റെ കളക്ഷൻ ദിവസമാണ്. എല്ലാവരും ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുക എന്നത് ഏറ്റവും ഭാഗ്യവാന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നൊരു തൗഫീഖാണ്. അതുകൊണ്ട് ആ പള്ളിയുടെ ഫണ്ടിൻ്റെ കളക്ഷനിൽ പരമാവധി നമ്മൾ സഹകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ മുന്നേറാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ച വീഴ്ചകൾ, കുറ്റങ്ങൾ, കുറവുകൾ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, പൊന്നു മാതാപിതാക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങളെ അള്ളാഹു പ്രകാശോജ്ജലമാക്കി ഔദാര്യം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കി അള്ളാഹു അവരുടെ കാരുണ്യം കാണിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ശാരീരികമായി, മാനസികമായി, കുടുംബപരമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഒരുപാട് നല്ല നല്ല ഹലാലായ നല്ല ആഗ്രഹങ്ങൾ വെച്ച് പുറത്തുന്ന ആളുകളുണ്ട്. ഒരുപാട് ആവശ്യങ്ങൾ നിവർത്തപ്പെടേണ്ടവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു അവർക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു അവർക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല നല്ല ആഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പൂർത്തീകരിച്ച് അള്ളാഹു അവരുടെ കാരുണ്യം കാണിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, നമ്മുടെ സ്വന്തം ശരീരത്തിൻ്റെ ഭാഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമ്മുടെ സഹോദരന്മാർ, വലിയ പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് ഫലസ്തീനിലെ നമ്മുടെ സഹോദരന്മാർ, ഫലസ്തീനിലെ നമ്മുടെ മക്കൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനിലെ നമ്മുടെ സഹോദരന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നീതിയുടെ കവാടം തുറന്ന് നമ്മുടെ ഫലസ്തീനിലെ മക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം നൽകുമാറാകട്ടെ. അവരിൽ മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ കുട്ടികൾ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിലെ നമ്മുടെ സഹോദരന്മാരുടെ, ലോക മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം ബൈത്തുൽ മുഖദ്ദസിൻ്റെ മോചനമാണ്. ഫലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിൻ്റെ ആഗ്രഹമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കാണാനുള്ള തൗഫീക്ക്, കൺകുളിർമ അത് കാണാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ, പ്രവാചകന്മാരുടെ ശത്രുക്കൾ, മാനവികതയുടെ ശത്രുക്കൾ, വിശുദ്ധ ഖുർആനിൻ്റെ ശത്രുക്കൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിച്ച പ്രവാചകന്മാരുടെ നാവുകളിലൂടെ ശപിക്കപ്പെട്ട ആ അക്രമി സംഘം, ജൂതവർഗം, അക്രമികളായ കാഫറുകളായ ജൂതവർഗം, അള്ളാഹുവേ നീ അവരെ നശിപ്പിക്കണേ റബ്ബേ. അള്ളാഹുവേ നീ അവരെ തകർത്ത് തരിപ്പണമാക്കണേ റബ്ബേ. അള്ളാഹുവേ മാനവികതയെ, മനുഷ്യത്വത്തെ എതിർക്കുന്ന, മനുഷ്യത്വത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഏതൊക്കെ രാഷ്ട്രങ്ങളുണ്ടോ, പ്രത്യേകിച്ച് ഈ ലോകത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങൾ, അമേരിക്ക പോലെയുള്ള രാഷ്ട്രങ്ങൾ, അള്ളാഹുവേ അവരെ നീ നിലക്ക് നിർത്തണേ. അള്ളാഹുവേ അവരുടെ മേൽ നീ അദാബ് ഇറക്കണേ. മാനവികതയെ ലോകത്ത് നീ സ്ഥാപിക്കണേ. അള്ളാഹുവേ ഞങ്ങളുടെ മഹത്തായ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണേ റബ്ബേ. അള്ളാഹുവേ അവസാനം ഈമാനോടുകൂടി അള്ളാഹു റബ്ബാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ട് മരണപ്പെടാൻ, ഖബർ ജീവിതത്തിൽ നിന്ന്
ആ ഖബർ ജീവിതത്തിലെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ, വിചാരണ കെടുതികളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും ഞങ്ങളുടെ മുൻഗാമികൾക്കും നീ തൗഫീഖ് നൽകണ റബ്ബേ. അള്ളാഹുവെ, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട അവസാനം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.